ഓരോ ബിസിനസ്സിനും നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരുന്നു. പൊതുവേ ഉള്ളൊരു അപ്രോച്ച് എന്താ അറിയാം, നമുക്ക് എല്ലാവർക്കും ഫേസ്ബുക്ക് അക്കൗണ്ട് ഇല്ല, എല്ലാവർക്കും ഒരു ബേസായ കാര്യങ്ങൾ അറിയാം, ഒരു പേജ് ഉണ്ടാക്കാൻ അറിയാം, അതിൽ നമ്മളെ ബന്ധപ്പെട്ട ആളുകൾ കുറെ ലൈക്ക് അടിച്ചിട്ടുണ്ടാവും. നമ്മുടെ ബിസിനസിന്റെ ഓഡിയൻസ് ആരാ, ഏതൊരു ബിസിനസ്സിനോ ടാർഗറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ആ ടാർഗറ്റ് ഗ്രൂപ്പിനെ വെച്ചായിരിക്കും നമ്മൾ ഫോളോവേഴ്സ് ബിൽഡ് ചെയ്യേണ്ടത്. പക്ഷെ അധികം ആളുകൾ അത് ശ്രദ്ധിക്കാറില്ല. എന്നിട്ട് എന്ത് ചെയ്യും, എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു ബാനർ ഈ റീൽസ് എടുത്തിട്ടും ഏതൊരു ഫേസ്ബുക്കിന് അഡ്മിനും ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ്ബുക്ക് സജസ്റ്റ് ചെയ്യും. ഒരു 500 റുപ്പീസ് നിങ്ങൾ ബൂസ്റ്റ് ചെയ്താൽ 50,000 ആളുകൾ എത്തി എന്ന രീതിയിൽ ഫേസ്ബുക്ക് നമ്മളോട് ഇങ്ങനെ സജസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മളെ വിളിക്കും, സോഷ്യൽ മീഡിയ വഴി ഫേസ്ബുക്ക് ചെയ്യണം, ബൂസ്റ്റിംഗ് ചെയ്യണം. അവരോട് പറയും ഓക്കെ, അതാണ് എൻ്റെ റിക്വയർമെന്റ്. അവർക്കൊക്കെ അറിയുന്ന രീതിയിലാണ് നമ്മൾ സെറ്റാക്കിയാണ് പറയാം. അവരുടെയൊക്കെ ചിന്താഗതിയിൽ അതാണ് ഫേസ്ബുക്കിൽ മാക്സിമം. ഫേസ്ബുക്ക് സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന സമയത്ത് എല്ലാവർക്കും എല്ലാം പറ്റിക്കണമെന്നില്ല. റിയൽ എസ്റ്റേറ്റ് മേഖലയുള്ള ഒരു ബിസിനസ്സാണെങ്കിൽ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജിയിൽ അയാൾക്ക് ചെയ്യേണ്ട സെറ്റ് ഓഫ് കാര്യങ്ങളുണ്ട്. ഒരു എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രി ഉള്ളവരാണെങ്കിൽ അവർക്ക് വേറെ ആക്ടിവിറ്റികൾ. ഒരു റീറ്റെയിൽ ബിസിനസ് ചെയ്യുന്ന B2B ആണെങ്കിൽ വേറെ സ്ട്രാറ്റജിയാണ്, B2C വേറെ സ്ട്രാറ്റജിയാണ്. ബിസിനസ് നടത്തുന്ന സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഡിഫറെന്റ് സ്ട്രാറ്റജിയാണ്. ഇതുവരെയൊക്കെ ഒരു ധാരണ, ഇങ്ങനെ ഒരു പേജ് ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ പറയും എനിക്ക് ബിസിനസ് കിട്ടുന്നില്ല, നീ അതൊന്ന് ഉഷാറാക്കി നീ ചെയ്താൽ മതിയാണ്. സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് എന്താണെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യണം. ടാർഗറ്റ് ഗ്രൂപ്പ് ഓഡിയൻസ് ആരാണ്, അപ്പൊ അവരെ ടാർഗറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ട്രാറ്റജികൾ ഡിഫൈൻ ചെയ്യാൻ. ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, ഏജ് ഓഫ് ദ ടാർഗറ്റ് ഓഡിയൻസ്, അത് വെച്ചിട്ട് നീ ഫേസ്ബുക്കിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ പറ്റും, ഗൂഗിളിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ജിയോഗ്രാഫിക് ലൊക്കേഷൻ ഡിഫൈൻ ചെയ്യണം. അപ്പൊ നമ്മുടെ ടാർഗറ്റ് ഗ്രൂപ്പിന്റെ വ്യക്തമായ ഒരു ഐഡിയ കിട്ടി കഴിഞ്ഞിട്ട് അത് ഡിഫൈൻ ചെയ്തിട്ട് വേണം ക്യാമ്പയിൻ ചെയ്യാൻ.